ഏലിയാഹു വരും, എല്ലാം പുനഃസ്ഥാപിക്കും. യേശുവായുടെ അതിപരിശുദ്ധമായ പേരിന് മഹത്വം. യുഗാന്തവുമായി ബന്ധപ്പെട്ട് മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളുടെ മറ്റൊരു അധ്യായമാണിത്. ഈ സന്ദേശങ്ങൾ കാലവിളംബം കൂടാതെ ശ്രവിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ലൈക്കും ഷെയറും ചെയ്ത് അനേകർക്ക് അനുഗ്രഹമായി മാറാനും ശ്രദ്ധിക്കുക. എന്തെന്നാൽ ദൈവരാജ്യത്തെ പ്രതിയും യേശുവായുടെ പേരിനെ പ്രതിയും ചെയ്യുന്ന മഹത്തായ ഒരു ശുശ്രൂഷയാണിത്. യേശുവായുടെ പരിശുദ്ധമായ പേര് മഹത്വപ്പെടട്ടെ. ഏലിയാഹു വരും, എല്ലാം പുനഃസ്ഥാപിക്കും. ഇത് യേശുവായുടെ ഒരു പ്രഖ്യാപനമാണെന്ന് നമുക്കറിയാം. ഈ പ്രഖ്യാപനം നടത്തിയത് യേശുവ ആയതുകൊണ്ട് തന്നെ അത് സംഭവിക്കും എന്ന കാര്യം തീർച്ചയാണ്. എന്തെന്നാൽ അവൻ ഒരിക്കലും വെറും വാക്ക് പറയുകയില്ല. വഴിയും സത്യവും ജീവനുമായ അവൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് സത്യം മാത്രമായിരിക്കും. യേശുവായുടെ ഓരോ വാക്കും കൃത്യതയുള്ളതാണെന്ന് മാത്രമല്ല, അവൻ തൻ്റെ വാക്കുകളിലൊന്നിലും അതിശയോക്തി കലർത്തിയിട്ടുമില്ല. അതായത് അവൻ്റെ അധരങ്ങളിലൂടെ പുറത്തു വന്നത് അളന്നു തൂക്കിയ വാക്കുകൾ മാത്രമാണ്. ഈ സത്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ടായിരിക്കണം യേശുവയുടെ വാക്കുകൾ പരിഗണിക്കുന്നത്. ആയതിനാൽ യേശുവ തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തത് ശ്രദ്ധിക്കുക. അവൻ പറഞ്ഞു, ഏലിയാഹു വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 17-ാം അധ്യായം 11-ാം വാക്യം. ഏലിയാഹു വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുമെന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ആദ്യമായി നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് പുനഃസ്ഥാപനം എന്ന വാക്കിൻ്റെ അർത്ഥമാണ്. അതുപോലെ തന്നെ പുനഃസ്ഥാപിക്കപ്പെടുന്നത് എന്തെല്ലാമാണെന്നും മനസ്സിലാക്കിയിരിക്കണം. പുനഃസ്ഥാപിക്കുക എന്നാൽ എന്താണെന്ന്, അഥവാ പുനഃസ്ഥാപനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ആദ്യം വ്യക്തമാക്കാം. ലളിതമായി പറഞ്ഞാൽ പുനഃസ്ഥാപനം എന്നത് നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കൽ അല്ലെങ്കിൽ യഥാർത്ഥ നിലയിലേക്ക് കൊണ്ടുവരൽ ആണ്. മുൻപ് ഉണ്ടായിരുന്ന എന്തെങ്കിലും നശിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുമ്പോഴാണ് പുനഃസ്ഥാപനം ആവശ്യമായി വരുന്നത്. പുതിയതായി എന്തെങ്കിലും നിർമ്മിക്കുന്നതിന് പുനഃസ്ഥാപനമെന്ന് പറയാറില്ല. യെരുശലേമിൽ ആദ്യമായി ഒരു ദൈവാലയം നിർമ്മിച്ചത് ശലോമോനായിരുന്നു. പിന്നീട് പലപ്പോഴായി ആ ദൈവാലയം ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുകയും ഒരിക്കൽ അത് പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബാബിലോണിയൻ രാജാവായ നബുക്കദ്നേസർ BC 586 യെരുശലേം കീഴടക്കിയപ്പോഴാണ് ദൈവാലയം ആദ്യമായി നശിപ്പിക്കപ്പെട്ടത്. അന്ന് അവർ ദൈവാലയം പൂർണ്ണമായി നശിപ്പിച്ചു. ബാബിലോണിയൻ സൈന്യം ദൈവാലയം അഗ്നിക്കിരയാക്കുകയും വിലപിടിപ്പുള്ള സ്വർണം, വെള്ളി പാത്രങ്ങളും വെങ്കല ഉപകരണങ്ങളും കൊള്ളയടിക്കുകയും ചെയ്തു. അവശേഷിച്ച കൽക്കെട്ടുകൾ പോലും അവർ ഇളക്കി മാറ്റി. മാത്രവുമല്ല, യഹൂദാ ജനത്തെ ബാബിലോണിയയിലേക്ക് അടിമകളായി കൊണ്ടുപോവുകയും ചെയ്തു. ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷം പേർഷ്യൻ രാജാവായ കീറൂസ് നൽകിയ വിളംബര പ്രകാരമാണ് ദൈവാലയത്തിൻ്റെ പുനർനിർമ്മാണം ആരംഭിച്ചത്. BC 536 ആയിരുന്നു രാജാവിൻ്റെ വിളംബരം. ശത്രുക്കളുടെ എതിർപ്പ് നിമിത്തം പണി തടസ്സപ്പെട്ടു. BC 520 ഹഗ്ഗായി, ശെക്കര്യാഹ് എന്നീ പ്രവാചകന്മാരുടെ പ്രോത്സാഹനത്താൽ സെറുബ്ബാബേലും യേശുവായും ചേർന്ന് പണി പുനരാരംഭിച്ചു. BC 516 ആദാർ മാസം 3-ാം തീയതി ദാരിയൂസ് രാജാവിൻ്റെ ഭരണത്തിൻ്റെ 6-ാം വർഷമാണ് ദൈവാലയത്തിൻ്റെ പുനഃസ്ഥാപനം പൂർത്തിയായത്. അതായത് നശിപ്പിക്കപ്പെട്ടതിന് ശേഷം 70 വർഷക്കാലം യെരുശലേമിൽ ദൈവാലയം ഉണ്ടായിരുന്നില്ല. BC 516 നടന്നത് ദൈവാലയത്തിൻ്റെ പുനഃസ്ഥാപനമായിരുന്നു. ജനനേതാവായിരുന്ന സെറുബ്ബാബേലും
പുരോഹിതനായിരുന്ന യേശുവായുമാണ് ആ പുനഃസ്ഥാപനത്തിന് നേതൃത്വം നൽകിയത്. എസ്ര എന്ന പുസ്തകത്തിൽ യേശുവ എന്നും ഹഗ്ഗായിയുടെ പ്രവചനത്തിൽ യോശുവ എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരാളെക്കുറിച്ച് തന്നെയാണ്. യാഹ്വേ രക്ഷയാകുന്നു എന്നാണ് രണ്ട് പേരുകളുടെയും അർത്ഥം. മിശിഹാവ് ഈ ഭൂമിയിലേക്ക് വന്നതും ഇതേ പേരിലാണെന്ന് നമുക്കറിയാം. പുനഃസ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പേരിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. എന്നാൽ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ നാം കടക്കുന്നില്ല. കാരണം പുനഃസ്ഥാപനം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ആദ്യമായി നാം ഗ്രഹിക്കേണ്ടത്. ദൈവാലയത്തിൻ്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ച് ഇവിടെ കുറിച്ചത് തന്നെ പുനഃസ്ഥാപനം എന്ന വാക്കിൻ്റെ അർത്ഥം വ്യക്തമാക്കാനാണ്. ദൈവാലയം നിന്നിരുന്ന സ്ഥലത്തു തന്നെ വീണ്ടും നിർമ്മിക്കുന്നതിനെയാണ് പുനഃസ്ഥാപനം എന്ന വാക്കുകൊണ്ട് അടയാളപ്പെടുത്തുന്നത്. പുനഃസ്ഥാപനം എന്ന വാക്ക് നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുക എന്ന ലളിതമായ അർത്ഥമാണ് നൽകുന്നതെങ്കിലും ആത്മീയ തലത്തിൽ ഇതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. പുരാതന കാലത്ത് ദൈവം മനുഷ്യവർഗത്തിന് കൈമാറ്റം ചെയ്യുകയും പിന്നീട് കാലക്രമേണ വികലമാക്കപ്പെടുകയും ചെയ്ത സത്യമായ ഉപദേശങ്ങളെയും നിയമങ്ങളെയും യേശുവ മിശിഹാവിൻ്റെ പ്രത്യാഗമനത്തിന് മുൻപ് അവയുടെ യഥാർത്ഥവും ആധികാരികവുമായ രൂപത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന പ്രക്രിയയാണ് പുനഃസ്ഥാപനം. പാപപരിഹാരാർത്ഥം ഒരിക്കൽ യേശുവ ഈ ഭൂമിയിൽ വന്നപ്പോഴും വികലമാക്കപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. മോശയുടെ നിയമങ്ങളെ അവഗണിച്ച് പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങൾക്ക് പിന്നാലെ പോയ ഒരു ജനത്തെയാണ് അന്ന് അവൻ കുറ്റപ്പെടുത്തിയത്. യേശുവയുടെ വാക്കുകൾ നോക്കുക. ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. കപടനാട്യക്കാരെ, യെശയ്യാഹ് നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 15-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഒന്നാമത്തെ ആഗമനത്തിൽ യേശുവ ചെയ്തത് ഇസ്രായേൽ ജനത്തെ കുറ്റപ്പെടുത്തുക മാത്രമാണ്. എന്തെന്നാൽ അന്ന് അവൻ പറഞ്ഞതും പ്രവർത്തിച്ചതുമെല്ലാം തൻ്റെ ദൗത്യത്തിൻ്റെ പ്രത്യേകത കൂടി പരിഗണിച്ചായിരുന്നു. യേശുവ ഈ ഭൂമിയിലേക്ക് പരിപൂർണ മനുഷ്യനായി വന്നത് പാപപരിഹാരാർത്ഥം തൻ്റെ ശരീരവും രക്തവും ബലിയായി അർപ്പിക്കാനാണ്. എന്നാൽ അന്നത്തെ പോലെ ശാന്തനും വിനീത ഹൃദയനുമായി ആയിരിക്കില്ല പ്രത്യാഗമനത്തിൽ അവൻ കാണപ്പെടുന്നത്. അസഹിഷ്ണുവായ ദൈവവും സർവാധിപതിയായ രാജാവുമായി അവൻ വരികയും വ്യാജ മിശിഹാവിനെ വധിക്കുകയും ചെയ്യും. തിന്മയാൽ നിറഞ്ഞ ലോകത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാൻ തക്കവിധം ക്രോധത്തോടെയാണ് യേശുവ വരുന്നതെന്നും പ്രവചനമുണ്ട്. അവൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക. നാഥനായ യേശുവ തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ അവനെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യും. തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. മൃഗം, നിയമനിഷേധി എന്നിങ്ങനെയെല്ലാം ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്നത് വ്യാജ മിശിഹാവിനെ തന്നെയാണ്. ദൈവിക നിയമങ്ങളെയെല്ലാം അവൻ നിഷേധിക്കുകയും അവയ്ക്കുപരി തൻ്റെ പൈശാചിക നിയമങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യും. അധാർമികമായ ഇത്തരം നിയമങ്ങൾ നിർമ്മിക്കാൻ ലോകത്തെ പ്രേരിപ്പിക്കുന്നത് അവൻ്റെ ആത്മാവാണ്. ഇത്തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങളെ മഹത്വീകരിക്കാനും പ്രചരിപ്പിക്കുവാനും വിപുലമായ സംവിധാനങ്ങളാണ് നിയമനിഷേധി ഒരുക്കിയിരിക്കുന്നത്. അനീതി നിറഞ്ഞ നിയമങ്ങളെ നീതിയുക്തമായ നിയമങ്ങളായി പരിഗണിക്കാൻ ലോക മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് അവൻ്റെ ആത്മാവാണ്. മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങൾ കാലഹരണപ്പെട്ടുവെന്ന് വാദിക്കുന്നവർ ക്രൈസ്തവരെന്ന് പറയപ്പെടുന്ന സമൂഹങ്ങളിലുണ്ടെങ്കിൽ അവരെ നയിക്കുന്നത് നിയമനിഷേധി എന്ന വ്യാജ മിശിഹാവിൻ്റെ ആത്മാവാണെന്ന് നാം തിരിച്ചറിയണം. മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങൾക്ക് യേശുവ നൽകിയിരിക്കുന്ന ഗൗരവം പ്രസക്തമാകുന്നത് ഇവിടെയാണ്.
എന്നാൽ മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങൾ അനുസരിക്കാത്തവർക്ക് ലഭിച്ച ശിക്ഷയേക്കാൾ കഠിനമായ ശിക്ഷയാണ് യേശുവായുടെ വാക്കുകളെ അനുസരിക്കാത്തവർക്ക് ലഭിക്കാനിരിക്കുന്നതെന്ന് അപ്പസ്തോലന്മാർ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. മോശയുടെ നിയമം ലംഘിക്കുന്ന മനുഷ്യൻ കരുണ ലഭിക്കാതെ 2 or 3 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മരിക്കുന്നു. ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അവമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 28-29 വാക്യങ്ങൾ. ശൗൽ നൽകിയ ഈ മുന്നറിയിപ്പിനെ നാം നിസ്സാരമായി കാണരുത്. എന്തെന്നാൽ മോശയിലൂടെ നിയമം നൽകിയ ദൈവമായ യാഹ്വേയും ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപനം നോക്കുക. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. എൻ്റെ പേരിൽ അവൻ പറയുന്ന എൻ്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. നിയമഗ്രന്ഥം 18-ാം അധ്യായം 18-19 വാക്യങ്ങൾ. യേശുവായുടെ വാക്കുകളെ അവഗണിക്കുകയും അവഗണിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവർ അവൻ്റെ പ്രത്യാഗമനത്തെ ഭയപ്പെടണം. എന്തെന്നാൽ പാപപരിഹാരാർത്ഥം ഒരിക്കൽ വന്നതുപോലെ ആയിരിക്കില്ല യേശുവായുടെ പ്രത്യാഗമനം. യേശുവായുടെ പ്രത്യാഗമനം എപ്രകാരമായിരിക്കുമെന്ന് വ്യക്തമാക്കുന്ന പ്രഖ്യാപനങ്ങളാണ് നാം ഇവിടെ പരിശോധിച്ചത്. അവൻ വരുന്നത് ക്രോധത്തോടെ ആയിരിക്കുമെന്ന് മലാഖിയുടെ പ്രവചനത്തിലും വായിക്കാൻ സാധിക്കും. ഈ പ്രവചനം നോക്കുക. യാഹ്വേയുടെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയാഹിനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. മലാഖി പ്രവചനം 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ഈ പ്രവചനവും തെസലോനിക്കി ലേഖനവും ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കും. അതായത് യേശുവ വന്ന് വ്യാജ മിശിഹാകിനെ വധിക്കുമ്പോൾ അവനെ അനുഗമിച്ചവരും നശിപ്പിക്കപ്പെടും. അങ്ങനെ ഭൂമിയിലെ സകല മനുഷ്യരും വധിക്കപ്പെടാതിരിക്കാനാണ് ഏലിയാഹും മോശയും അയക്കപ്പെടുന്നത്. അവർ വന്ന് സകലതും പുനഃസ്ഥാപിക്കുന്നതിലൂടെ ശാപത്തിൽ നിന്നും നാശത്തിൽ നിന്നും വിടുതൽ നേടാൻ അനേകർക്ക് അവസരം ലഭിക്കും. യേശുവ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കുമെന്നതാണ് മലാക്കി പ്രവചനത്തിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു കാര്യം. എന്താണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്? ഇത് കൃത്യതയോടെ മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ നാം വായിച്ച മലാക്കി പ്രവചനത്തിൻ്റെ തൊട്ടു മുൻപത്തെ വാക്യം പരിശോധിച്ചാൽ മതി. ആ വാക്യം ഇതാണ്: എൻ്റെ ദാസനായ മോശയുടെ നിയമങ്ങൾ എല്ലാ ഇസ്രായേൽക്കാർക്കും വേണ്ടി ഹോറബിൽ വെച്ച് ഞാൻ അവന് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും അനുസ്മരിക്കുവിൻ. മലാക്കി പ്രവചനം 4-ാം അധ്യായം 4-ാം വാക്യം. പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കുകയെന്നാൽ മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങളിലേക്ക് ഈ തലമുറയെ തിരിക്കുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതായത് മലാക്കിയുടെ പ്രവചനത്തിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നാണ്. മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകന്നുപോയ ഒരു തലമുറയാണ് ഇന്നുള്ളത്. മോശയിലൂടെ നൽകപ്പെട്ടതും യേശുവ സ്ഥിരീകരിച്ചതുമായ നിയമങ്ങളെ പഴയ നിയമം എന്ന് ഇകഴ്ത്തുന്നത് ക്രൈസ്തവരെന്ന് പറയപ്പെടുന്നവർ തന്നെയാണ്. മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് യേശുവ അരുളി ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നോക്കുക. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല,
പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി അറിയിച്ച യേശുവായുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്നാണ് യേശുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിയമജ്ഞരെന്ന് പറയപ്പെടുന്ന നേതാക്കന്മാരുടെ നിയമപരിഷ്കരണങ്ങളെ അവഗണിക്കണമെന്ന മുന്നറിയിപ്പ് യേശുവയുടെ ഈ വചനത്തിലുണ്ട്. നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുക എന്നാൽ അവയെ മറികടക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിജ്ഞാനികളും വിവേകികളും എന്ന് പറയപ്പെടുന്നവരും ലോകവും ഒന്നു ചേർന്ന് നശിപ്പിച്ച നിയമങ്ങളുടെ പുനഃസ്ഥാപനം സംഭവിച്ചില്ലെങ്കിൽ ഒരുവൻ പോലും ദൈവരാജ്യം കാണുകയില്ല. സകല മനുഷ്യരെയും ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തന നിരതനായിരിക്കുന്ന നിയമനിഷേധിയുടെ ആത്മാവാണ് ദൈവിക നിയമങ്ങളെ നീക്കം ചെയ്തത്. മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങൾ ഇന്ന് ക്രൈസ്തവരിൽ നിന്ന് പോലും നീക്കം ചെയ്യപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ അത് പുനഃസ്ഥാപിക്കപ്പെടും. ഏലിയാഹു വന്ന് പുനഃസ്ഥാപിക്കുന്നവയിൽ ഒന്ന് മോശയുടെ നിയമങ്ങളാണ്. അതുകൊണ്ടാണ് പുനഃസ്ഥാപനം എന്ന വാക്കിന് ആത്മീയ തലത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത്. അപ്പസ്തോലനായ കേഫായുടെ വാക്കുകൾ ഈ പുനഃസ്ഥാപന കാലത്തിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. മോശയുടെയും മറ്റ് പ്രവാചകന്മാരുടെയും ലിഖിതങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് കേഫ നൽകിയ പ്രബോധനം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് യാഹ്വയുടെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിൻ്റെ കാലം വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി മിശിയാഹായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവായെ അവൻ അയക്കുകയും ചെയ്യും. ആദി മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ വഴി ദൈവം അരുളി ചെയ്തതുപോലെ സകലത്തിൻ്റെയും പുനഃസ്ഥാപന കാലം വരെ സ്വർഗം അവനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. മോശ ഇപ്രകാരം പറഞ്ഞു: ദൈവമായ യാഹ്വേ നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ ഉയർത്തും. അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം. ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്തവരെല്ലാം ജനത്തിൻ്റെ ഇടയിൽ നിന്ന് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടും. ശമൂയേലും തുടർന്നു വന്ന പ്രവാചകന്മാരെല്ലാവരും ഈ ദിവസങ്ങളെപ്പറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ എഴുതിയ പുസ്തകം 3-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. മോശയിലൂടെ യാഹ്വേ അരുളി ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് കേഫ ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. കേഫ ഇവിടെ പറഞ്ഞിരിക്കുന്ന പുനഃസ്ഥാപനത്തെ സംബന്ധിച്ചും ഗൗരവമായി നാം ചിന്തിക്കേണ്ടതുണ്ട്. യേശുവ ഒരിക്കൽ വന്നുവെങ്കിലും എല്ലാം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏലിയാഹു വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുമെന്ന് യേശുവ അരുളി ചെയ്ത വചനവുമായി കേഫായുടെ വാക്കുകളെ ചേർത്ത് വെച്ച് മനസ്സിലാക്കണം. ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പുനഃസ്ഥാപിക്കപ്പെടേണ്ട മറ്റു കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കേണ്ടത്. അതിനു മുൻപ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട മറ്റു ചില തെളിവുകളുണ്ട്. അത് ഏലിയാഹിൻ്റെയും മോശയുടെയും വരവിനെ സംബന്ധിക്കുന്ന പ്രവചനങ്ങളാണ്. ഏലിയാഹും മോശയും. പുനഃസ്ഥാപനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നാം മനസ്സിലാക്കി. പുനഃസ്ഥാപിക്കപ്പെടേണ്ടവയിൽ ഒന്ന് നിയമങ്ങളാണെന്നും നാം കണ്ടു. മറ്റെന്തെല്ലാമാണ് പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് എന്നതിൻ്റെ വിവരണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഏലിയാഹിൻ്റെയും മോശയുടെയും വരവിനെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങൾ നൽകുന്ന സാക്ഷ്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. ഏലിയാഹിൻ്റെ വരവിനെക്കുറിച്ച്
പുരാതന ഗ്രന്ഥങ്ങളിലും നവീന ഗ്രന്ഥങ്ങളിലും പരാമർശമുണ്ടെങ്കിലും മോശയുടെ വരവിനെ പേരെടുത്ത് പരാമർശിക്കുന്ന ലിഖിതങ്ങൾ പുരാതന ഗ്രന്ഥങ്ങളിൽ എവിടെയും കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ നവീന ഗ്രന്ഥങ്ങളുടെ ഭാഗമായ വെളിപാട് പുസ്തകത്തിൽ മോശയുടെ വരവിനെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്നുമുണ്ട്. ഏലിയാഹിൻ്റെ വരവിനെക്കുറിച്ച് ഏറ്റവും വ്യക്തതയോടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് മലാക്കി പ്രവാചകനാണ്. പ്രാരംഭത്തിൽ നാം വായിച്ച ആ പ്രവചനം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. യാഹ്വയുടെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയാഹിനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. മലാക്കി പ്രവചനം 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ഏലിയാഹിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് അപ്പസ്തോലന്മാർ യേശുവയോട് ചോദ്യമുന്നയിച്ചതും യേശുവ അതിന് മറുപടി പറഞ്ഞതും ഈ പ്രവചനത്തെ അടിസ്ഥാനമാക്കിയാണ്. ആ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. അവർ അവനോട് ചോദിച്ചു, ഏലിയാഹ് ആദ്യം വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ടാണ്? അവൻ പറഞ്ഞു, ഏലിയാഹ് ആദ്യമേ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കും. മനുഷ്യപുത്രൻ വളരെ പീഡകൾ സഹിക്കുകയും നിന്ദനങ്ങൾ ഏൽക്കുകയും ചെയ്യണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയാഹ് വന്നു കഴിഞ്ഞു. അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. മാർക്കോ അറിയിച്ച യേശുവയുടെ സുവിശേഷം 9-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഏലിയാഹ് വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, അവൻ വന്നു കഴിഞ്ഞു എന്നുകൂടി യേശുവ ഇവിടെ വ്യക്തമാക്കി. എന്താണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്? ഇനിയും ഏലിയാഹിനെ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണോ? ഈ ഭൂമിയിൽ എപ്പോഴെല്ലാം യേശുവ വരേണ്ടതുണ്ടോ അപ്പോഴെല്ലാം അതിൻ്റെ മുന്നോടിയായി ഏലിയാഹും വരേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട യഥാർത്ഥ സത്യം. യേശുവയുടെ ഒന്നാമത്തെ ആഗമനത്തിന് മുന്നോടിയായി സ്നാപക യോഹന്നാൻ വന്നത് അവന് വഴിയൊരുക്കാനായിരുന്നു. യോഹന്നാൻ തന്നെയാണ് ഏലിയാഹ് എന്ന് യേശുവ വ്യക്തമാക്കിയതുകൊണ്ട് അക്കാര്യത്തിൽ അവിശ്വസിക്കേണ്ടതായി ഒന്നുമില്ല. യേശുവയുടെ സാക്ഷ്യം ശ്രദ്ധിക്കുക. യോഹന്നാൻ വരെ സകല പ്രവാചകന്മാരും നിയമവും പ്രവചനം നടത്തി. നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയാഹ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 11-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാനെക്കുറിച്ച് സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവദൂതൻ നൽകിയ സാക്ഷ്യം ശ്രദ്ധിക്കുക. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ യാഹ്വയ്ക്ക് വേണ്ടി ഒരുക്കാനും ഏലിയാഹിൻ്റെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ നാഥൻ്റെ മുമ്പേ പോകും. ലൂക്ക അറിയിച്ച യേശുവയുടെ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യം. ഏലിയാഹിൻ്റെ യഥാർത്ഥ ദൗത്യം എന്താണെന്ന് ദൈവദൂതൻ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏലിയാഹിൻ്റെ ദൗത്യത്തെക്കുറിച്ച് മലാക്കി പ്രവചിച്ചത് എന്തോ അതുതന്നെയാണ് സ്നാപക യോഹന്നാൻ്റെ ദൗത്യവുമായി ബന്ധപ്പെടുത്തി ദൈവദൂതൻ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏലിയാഹിൻ്റെ ഈ ദൗത്യം പൂർണ്ണമായ അവസ്ഥയിൽ നിർവഹിക്കപ്പെടുന്നത് യേശുവയുടെ പ്രത്യാഗമനത്തിന് മുന്നോടിയായി വരുമ്പോഴാണ്. എന്തെന്നാൽ പുനഃസ്ഥാപിക്കപ്പെടേണ്ട കാര്യങ്ങൾ മറ്റേതൊരു കാലത്തേതിനേക്കാൾ അധികമായി ഇന്നുണ്ട്. ദൈവരാജ്യ പ്രവേശത്തെ പോലും തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ സത്യമാർഗം അടയ്ക്കപ്പെട്ട അവസ്ഥയെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും ഇന്ന് അഭിമുഖീകരിക്കുന്നത്. ഏലിയാഹ് വന്ന് ആ സത്യമാർഗം പുനഃസ്ഥാപിക്കുന്നില്ലെങ്കിൽ ഒരുവൻ പോലും ദൈവരാജ്യം കാണുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. മലാക്കി പ്രവാചകൻ പ്രവചിച്ചതും ദൈവദൂതൻ സാക്ഷ്യപ്പെടുത്തിയതും യേശുവ പ്രഖ്യാപിച്ചതും ഏലിയാഹ് വന്ന് സകലതും പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ചാണ്. മോശയുടെ ദൗത്യത്തെക്കുറിച്ച്
നേരിട്ടുള്ള പരാമർശം ഇവരാരും നടത്തിയില്ല. എന്നാൽ പരോക്ഷ പരാമർശം ഇവരെല്ലാം നടത്തിയിട്ടുമുണ്ട്. യേശുവായുടെ ആഗമനവുമായും പ്രത്യാഗമനവുമായും ബന്ധപ്പെട്ട് മോശയുടെ ദൗത്യം എന്താണ്? മോശയുടെ ദൗത്യത്തെക്കുറിച്ച് പറയുമ്പോൾ മോശയും ഏലിയാഹും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കാതിരിക്കാൻ കഴിയില്ല. നിയമം നൽകപ്പെട്ടത് മോശയിലൂടെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മോശ അറിയപ്പെടുന്നത് പ്രധാനമായും നിയമവുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ ഏലിയാഹിനും മറ്റൊരു വിധത്തിൽ നിയമവുമായി ബന്ധമുണ്ട്. എന്നാൽ ഏലിയാഹും നിയമവും തമ്മിലുള്ള ബന്ധം അധികമായും ചിന്തിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിയമവുമായി ഏലിയാഹിൻ്റെ ബന്ധം എന്താണ്? മോശ 40 പകലും 40 രാവും ഹോറബ് മലയിൽ ചെലവഴിച്ച് നിയമം സ്വീകരിച്ചതുപോലെ ഏലിയാഹും 40 പകലും 40 രാവും യാത്ര ചെയ്ത് അതേ ഹോറബ് മലയിലെത്തി ഉപേക്ഷിക്കപ്പെട്ട ഉടമ്പടിയെക്കുറിച്ച് ദൈവത്തോട് വിലപിച്ചു. താബോർ മലയിൽ യേശുവ മിശിയാഹിൻ്റെ മഹത്വീകരണ വേളയിൽ മോശയും ഏലിയാഹും പ്രത്യക്ഷപ്പെട്ടത് വെറുമൊരു ദൃഷ്ടാന്തമല്ല, മറിച്ച് അന്ത്യകാലത്ത് സകലതും പുനഃസ്ഥാപിക്കാൻ ഇവർ രണ്ടുപേരും വരുന്നുവെന്നതിൻ്റെ ശക്തമായ തെളിവാണ്. നിയമനിഷേധി നിയമങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നിയമദാതാവായ മോശയും നിയമ സംരക്ഷകനായ ഏലിയാഹും വന്ന് സത്യത്തെ അതിൻ്റെ പൂർണ്ണതയിൽ പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. നിയമസംരക്ഷകൻ എന്ന വിശേഷണം എങ്ങനെയാണ് ഏലിയാഹിന് ലഭിക്കുന്നതെന്ന് അറിയണമെങ്കിൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം പരിശോധിച്ചാൽ മതി. ഈ വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക. അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതിൻ്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്ന് യാഹ്വയുടെ മലയായ ഹോറബിലെത്തി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യം. നിയമത്തിൻ്റെ സാരഥിയായാണ് മോശ അറിയപ്പെടുന്നത്. യാഹ്വെ തൻ്റെ ജനത്തിന് ജീവിക്കാനായി നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും കൈമാറപ്പെട്ടത് മോശയിലൂടെയാണ്. എന്നാൽ കാലക്രമേണ ഇസ്രായേൽ ജനം ഈ നിയമങ്ങളെ വിസ്മരിക്കുകയും വികലമാക്കുകയും ചെയ്തു. ഇവിടെയാണ് നിയമത്തിൻ്റെ സംരക്ഷകനായി ഏലിയാഹ് കടന്നു വരുന്നത്. മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങളിൽ നിന്ന് ദൈവജനം പരിപൂർണമായി അകലുകയും അവർ ബാൽ ദൈവങ്ങൾക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച് അശുദ്ധരാകുകയും ചെയ്ത കാലത്താണ് ഏലിയാഹ് അയക്കപ്പെട്ടത്. അവൻ വന്ന് നിയമങ്ങൾ പുനഃസ്ഥാപിക്കുകയും ബാലിൻ്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ വെട്ടി വീഴ്ത്തി നശിപ്പിക്കുകയും ചെയ്തു. മാത്രവുമല്ല, അന്ന് തകർക്കപ്പെട്ട് കിടന്ന യാഹ്വയുടെ ബലിപീഠം ഏലിയാഹ് പുനർനിർമ്മിച്ചു. ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് 12 കല്ലുകൾ കൊണ്ടാണ് അവൻ ബലിപീഠം പണിതത്. ഇത് മോശയിലൂടെ നൽകപ്പെട്ട നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ജനത്തെ തിരികെ വിളിക്കുന്നതിൻ്റെ പ്രതീകമായിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട ഉടമ്പടിയെക്കുറിച്ച് ഇത്രയധികം വേദനിക്കുന്ന മറ്റൊരു പ്രവാചകനില്ല. നിയമം ലംഘിക്കപ്പെടുമ്പോൾ ദൈവത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവനാണ് സംരക്ഷകൻ. ഏലിയാഹിൻ്റെ വിലാപം നോക്കുക. അവൻ പ്രതിവചിച്ചു, സൈന്യങ്ങളുടെ ദൈവമായ യാഹ്വയെ പ്രതി ഞാൻ അതീവ തീഷ്ണതയാൽ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം നിന്റെ ഉടമ്പടി ലംഘിച്ചു. അവർ നിന്റെ ബലിപീഠങ്ങൾ തകർക്കുകയും നിന്റെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. എൻ്റെയും ജീവൻ അവർ വേട്ടയാടുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 14-ാം വാക്യം. മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ഏലിയാഹിൻ്റെ തീഷ്ണത ഈ വാക്കുകളിൽ ദർശിക്കാൻ കഴിയും. മോശ നിയമം സ്വീകരിച്ച അതേ ഹോർബ് മലയിലേക്ക് 40 ദിവസത്തെ യാത്രയിലൂടെ ഏലിയാഹ് എത്തിയത് ഉപേക്ഷിക്കപ്പെട്ട ഉടമ്പടിയെക്കുറിച്ച് ദൈവത്തോട് വിലപിക്കാനായിരുന്നു. നിയമത്തോടുള്ള ഈ തീഷ്ണതയാണ് അവനെ നിയമത്തിൻ്റെ സംരക്ഷകനാക്കുന്നത്. അതുകൊണ്ട് ഏലിയാഹ് വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുമ്പോൾ
അത് മോശയിലൂടെ നൽകപ്പെട്ട സത്യമായ നിയമങ്ങളുടെ ആധികാരികമായ പുനഃസ്ഥാപനം കൂടിയായിരിക്കും. ഏലിയാഹു വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുമെന്ന് യേശുവ അരുളി ചെയ്തപ്പോൾ അതിൽ മോശയുടെ സാന്നിധ്യവും ദൗത്യവും അദൃശ്യമായി അടങ്ങിയിരിക്കുന്നു. പുനഃസ്ഥാപനം എന്നത് നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കലാണെങ്കിൽ എന്ത് നഷ്ടപ്പെട്ടുവോ അത് നൽകിയ വ്യക്തിയും അത് സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയും ഒരുമിച്ച് വരേണ്ടത് അനിവാര്യമാണ്. വിശുദ്ധ ലിഖിതങ്ങളിൽ ഉടനീളം ഇവർ രണ്ടുപേരും ഒരേ ദൗത്യത്തിൻ്റെ രണ്ട് വശങ്ങളായി നിൽക്കുന്നത് കാണാം. ചുരുക്കത്തിൽ മോശ നിയമം കൊണ്ടുവന്നു. ആ നിയമം ലംഘിക്കപ്പെട്ടപ്പോൾ അത് പുനഃസ്ഥാപിക്കാൻ ഏലിയാഹ് പോരാടി. അതുകൊണ്ടാണ് വെളിപാടിലെ രണ്ട് സാക്ഷികളായി ഇവർ രണ്ടുപേരും വരുന്നത് ഏറ്റവും യുക്തിസഹമായിരിക്കുന്നത്. രണ്ട് സാക്ഷികളെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനം ഇതാണ്: ചാക്കുടുത്ത് 1260 ദിവസം പ്രവചിക്കാൻ ഞാൻ എൻ്റെ രണ്ട് സാക്ഷികൾക്ക് അനുവാദം കൊടുക്കും. അവർ ഭൂമിയുടെ നാഥൻ്റെ മുമ്പിൽ നിൽക്കുന്ന രണ്ട് ഒലിവുമരങ്ങളും രണ്ട് ദീപപീഠങ്ങളും ആണ്. ആരെങ്കിലും അവരെ ഉപദ്രവിക്കാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവരെ ഉപദ്രവിക്കാൻ പുറപ്പെടുന്നവർ ഇങ്ങനെ കൊല്ലപ്പെടണം: തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ജലാശയങ്ങളെ രക്തമാക്കി മാറ്റാനും ആഗ്രഹിക്കുമ്പോഴൊക്കെ സകല മഹാമാരികളും കൊണ്ട് ഭൂമിയെ പീഡിപ്പിക്കാനും അവർക്ക് അധികാരം ഉണ്ട്. വെളിപാട് പുസ്തകം 11 അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യേശുവയുടെ ഒന്നാമത്തെ ആഗമനത്തിന് ശേഷമാണ് യോഹന്നാന് വെളിപാട് ലഭിച്ചതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് യേശുവയുടെ പ്രത്യാഗമനത്തിന് മുന്നോടിയായി സംഭവിക്കേണ്ട കാര്യമാണെന്ന് വ്യക്തം. ഈ പ്രവചനത്തിൽ രണ്ട് സാക്ഷികൾ അയക്കപ്പെടുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അവരുടെ പേരുകൾ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും അവരെക്കുറിച്ച് നൽകിയ അടയാളങ്ങൾ പരിശോധിക്കുമ്പോൾ അവർ ആരെല്ലാമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അവർ ഈ ഭൂമിയിൽ പ്രവചനം നടത്തിയ കാലത്ത് മഴ പെയ്യാതിരിക്കാൻ ആകാശം അടയ്ക്കാനുള്ള അധികാരമുള്ളവരായിരുന്നു എന്നതാണ് അവരുടെ അടയാളങ്ങളിൽ ഒന്ന്. ഇങ്ങനെയൊരു അടയാളം പ്രവർത്തിച്ചത് ആരായിരുന്നുവെന്ന് നോക്കുക. ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയാഹ് പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു: ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യാഹ്വേ ആണേ, വരും വർഷങ്ങളിൽ ഞാൻ പറഞ്ഞാലല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല. രാജാക്കന്മാരുടെ 1 പുസ്തകം 17 അധ്യായം 1 വാക്യം. ആകാശം അടയ്ക്കാൻ മാത്രമല്ല തുറക്കാനുള്ള അധികാരവും ഏലിയാഹിന് നൽകപ്പെട്ടിരുന്നു എന്ന് അപ്പസ്തോലനായ യാക്കോബ് വ്യക്തമാക്കിയിട്ടുണ്ട്. യാക്കോബിൻ്റെ വാക്കുകൾ നോക്കുക: ഏലിയാഹ് നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. യാക്കോബിൻ്റെ ലേഖനം 5 അധ്യായം 17-18 വാക്യങ്ങൾ. യേശുവയുടെ പ്രത്യാഗമനത്തിന് മുന്നോടിയായി അയക്കപ്പെടുന്ന സാക്ഷികളിൽ ഒരാൾ ഏലിയാഹ് ആയിരിക്കുമെന്ന് വ്യക്തമാക്കുന്ന തെളിവാണിത്. ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന അടയാളം മോശയും പ്രവർത്തിച്ചിട്ടുണ്ട്. ആകാശം തുറന്ന് കന്മഴ പെയ്ച്ചുകൊണ്ടാണ് മോശ അടയാളം നൽകിയത്. ഈ വിവരണം ശ്രദ്ധിക്കുക. മോശ തൻ്റെ വടി ആകാശത്തേക്ക് നീട്ടി. യാഹ്വേ ഇടിയും കന്മഴയും അയച്ചു. മിന്നൽ പിണരുകൾ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി. യാഹ്വേ ഈജിപ്തിൽ കന്മഴ പെയ്യിച്ചു.
പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 23-ാം വാക്യം. ആകാശം അടയ്ക്കാനും തുറക്കാനുമുള്ള അധികാരം ഏലിയാഹിന് ഉണ്ടായിരുന്നത് പോലെ മോശയ്ക്കും ഉണ്ടായിരുന്നു. ആകാശം തുറന്ന് കന്മഴ പെയ്യിക്കാൻ മാത്രമല്ല മോശ ആകാശത്തേക്ക് വടി ഉയർത്തിയത്. ഈ വിവരണം ശ്രദ്ധിക്കുക. മോശ ഫറവോയുടെ അടുത്തു നിന്ന് പുറപ്പെട്ട് പട്ടണത്തിന് വെളിയിലേക്ക് പോയി യാഹ്വേയുടെ നേർക്ക് കൈകൾ വിരിച്ചു പ്രാർത്ഥിച്ചു. ഉടനെ ഇടിമുഴക്കവും കന്മഴയും നിലച്ചു. അതിനുശേഷം മഴ പെയ്തില്ല. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 33-34 വാക്യങ്ങൾ. മഹാമാരികൾ കൊണ്ട് ഭൂമിയെ പീഡിപ്പിക്കാൻ ദൈവത്തിൽ നിന്ന് അധികാരം ലഭിച്ചത് മോശയ്ക്ക് മാത്രമായിരുന്നു. അവൻ ഈജിപ്തിനെ പീഡിപ്പിക്കാൻ അയച്ചത് 10 മഹാമാരികളാണ്. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന അടയാളങ്ങളിൽ ഒന്ന് വിരൽ ചൂണ്ടുന്നത് മോശയിലേക്കും ഏലിയാഹിലേക്കുമാണെന്ന് ഇവിടെ നാം മനസ്സിലാക്കി. അതായത് ആകാശം അടയ്ക്കാനും തുറക്കാനും അധികാരമുള്ളവരായി കാണപ്പെട്ട 2 പ്രവാചകന്മാർ മോശയും ഏലിയാഹും ആയിരുന്നു. സാക്ഷികളെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ പറയുന്ന മറ്റൊരടയാളം ജലം രക്തമാക്കി മാറ്റുന്നതാണ്. ഈ അധികാരം നൽകപ്പെട്ടത് ആർക്കാണെന്ന് നോക്കുക. യാഹ്വേ കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോനും പ്രവർത്തിച്ചു. ഫറവോയുടെയും അവൻ്റെ സേവകരുടെയും മുൻപിൽ വെച്ച് അവൻ വടി ഉയർത്തി നദീജലത്തിന്മേൽ അടിച്ചു. നദിയിലുണ്ടായിരുന്ന ജലമെല്ലാം രക്തമായി മാറി. നദിയിലെ മത്സ്യങ്ങളെല്ലാം ചത്തൊടുങ്ങി. നദി ദുർഗന്ധം വമിച്ചു. ഈജിപ്തുകാർക്ക് നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല. ഈജിപ്തിലെങ്ങും രക്തം കാണപ്പെട്ടു. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ജലം രക്തമാക്കി മാറ്റിക്കൊണ്ട് അടയാളം നൽകിയത് മോശയാണെന്ന് വ്യക്തമാക്കുന്ന ലിഖിതമാണ് ഇവിടെ നാം വായിച്ചത്. ജലം രക്തമാക്കി മാറ്റിയപ്പോൾ സ്വാഭാവികമായും ഈജിപ്തിൽ ജലക്ഷാമം രൂക്ഷമായെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏലിയാഹിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി 3.5 വർഷം മഴ പെയ്യാതിരുന്നപ്പോഴും ജലക്ഷാമം കൊണ്ട് ജനം പൊറുതിമുട്ടി. പ്രാണവായു കഴിഞ്ഞാൽ ജീവൻ നിലനിർത്താൻ ഏറ്റവും അനിവാര്യമായത് ജലമാണെന്ന് നമുക്കറിയാം. ജലം രക്തമായി മാറുന്നത് നിയമങ്ങളുടെ അശുദ്ധിയെയോ സത്യത്തിൻ്റെ വികലതയെയോ ആണ് സൂചിപ്പിക്കുന്നത്. നിയമം വികലമാക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അത് നിത്യജീവനിലേക്കുള്ള മാർഗം അടയ്ക്കപ്പെടുന്നു. ജീവജലത്തിൻ്റെ ഉറവയുമായി ബന്ധപ്പെടുത്തി ഈ വിഷയം ഗൗരവമായി പഠിക്കേണ്ടതാണ്. എന്നാൽ ജീവജലത്തിൻ്റെ ഉറവ എന്ന വിഷയത്തിലേക്ക് ഈ പഠനം വഴിതിരിക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. വെളിപാട് പുസ്തകത്തിൽ പരാമർശിക്കുന്ന 2 സാക്ഷികൾ മോശയും ഏലിയാഹും ആണെന്ന് വ്യക്തമാക്കാനാണ് ഈ വചനങ്ങൾ നാം ഇവിടെ പരിശോധിച്ചത്. അതായത് ഏലിയാഹു വന്ന് സകലതും പുനഃസ്ഥാപിക്കുമ്പോൾ അവനോടൊപ്പം മോശയും ഉണ്ടായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് എന്തെല്ലാം? ഏലിയാഹു വന്ന് സകലതും പുനഃസ്ഥാപിക്കുമെന്നാണ് യേശുവ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സകലതും പുനഃസ്ഥാപിക്കുമെന്ന് പറയുമ്പോൾ അത് എന്തെല്ലാമാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. പുനഃസ്ഥാപനം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ മുൻപ് ഉണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ ഇല്ലാത്തതുമായത് എന്തെല്ലാമാണോ അവയുടെ എല്ലാം വീണ്ടെടുക്കപ്പെടലാണ് ഉടൻ സംഭവിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റപ്പെടാൻ പാടില്ലാത്ത എന്തെല്ലാമാണ് മാറ്റപ്പെട്ടതെന്ന് പരിശോധിക്കപ്പെടണം. അതായത് സമസ്തവും നിറവേറുവോളം വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് യേശുവ പ്രഖ്യാപിച്ചത് എന്തിനെക്കുറിച്ചാണോ അതിൽ എന്തെങ്കിലും ഇന്ന് ഇല്ലാതായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ പുനഃസ്ഥാപിക്കപ്പെടേണ്ടത് എന്തെല്ലാമാണെന്ന് വ്യക്തമാകും. സമസ്തവും നിറവേറുവോളം വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന്
യേശുവ പ്രഖ്യാപിച്ചത് മോശയിലൂടെ നൽകപ്പെട്ട നിയമത്തെക്കുറിച്ചാണ്. യേശുവയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ. സമസ്തവും നിറവേറുകയെന്നാൽ പ്രവചനങ്ങളെല്ലാം നിറവേറുകയെന്നാണ് അർത്ഥമാക്കുന്നത്. എല്ലാ പ്രവചനങ്ങളും ഇതുവരെ നിറവേറിയിട്ടില്ലെന്ന് നമുക്കറിയാം. സുപ്രധാനമായ പല പ്രവചനങ്ങളും ഇനിയും നിറവേറാനുണ്ട്. ഏലിയാഹിൻ്റെയും മോശയുടെയും വരവ്, യേശുവയുടെ പ്രത്യാഗമനം, ഭൂമിയിൽ സ്ഥാപിതമാകുന്ന യേശുവയുടെ രാജ്യം അഥവാ ദൈവരാജ്യം, അന്ത്യവിധി എന്നിവയെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് ഇനിയും നിറവേറാനുള്ളത്. അതായത് മോശയിലൂടെ നൽകപ്പെട്ടതും യേശുവ സ്ഥിരീകരിച്ചതുമായ നിയമങ്ങളുടെയും യേശുവയുടെ കൽപ്പനകളെ അടിസ്ഥാനമാക്കി അപ്പസ്തോലന്മാർ നൽകിയ പ്രബോധനങ്ങളുടെയും പ്രാബല്യം അന്ത്യവിധി വരെയാണ്. യാഹ്വേ നൽകിയ നിയമങ്ങളിൽ എന്തെങ്കിലും ഭേദഗതി വരുത്താൻ അധികാരമുള്ള ഏക വ്യക്തി യേശുവ ആണെന്ന് മോശ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യേശുവ അരുളി ചെയ്തതാണ് നിയമത്തെ സംബന്ധിക്കുന്ന അവസാന വാക്ക്. എന്നാൽ മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങൾ മാത്രമല്ല, അവയോട് ചേർത്ത് വച്ച് യേശുവ നൽകിയ കൽപ്പനകളും ഇന്ന് ചവിട്ടിമെതിക്കപ്പെട്ടിരിക്കുന്നു. യേശുവയുടെ ഉപദേശങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അപ്പസ്തോലന്മാർ പ്രബോധനം നൽകിയതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അപ്പസ്തോലിക പ്രബോധനങ്ങളെ അവഗണിക്കുന്നവർ യേശുവയെ തന്നെയാണ് അവഗണിക്കുന്നത്. അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾക്ക് യേശുവ നൽകിയ അംഗീകാരം എന്താണെന്ന് നോക്കുക. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു. എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. ലൂക്ക അറിയിച്ച യേശുവയുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം. അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾക്ക് യേശുവ നൽകിയ അപ്രമാദിത്യ അധികാരമാണിത്. ഈ അധികാരം അപ്പസ്തോലന്മാർ അറിയിച്ച സുവിശേഷത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപ്പസ്തോലനായ ശൗൽ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അതിശക്തമായ താക്കീത് നൽകിയിരിക്കുന്നത്. ശൗലിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം. ശൗലിൻ്റെ മറ്റൊരു മുന്നറിയിപ്പ് നോക്കുക. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവായെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. കോറിന്തുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യം. അപ്പസ്തോലന്മാർ പ്രസംഗിച്ച യേശുവയ്ക്ക് പകരം കോൺസ്റ്റന്റൈൻ നിർദ്ദേശിച്ച ഈസൂസിനെ പ്രസംഗിക്കാൻ ആരംഭിച്ചതോടെ നഷ്ടമായത് രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു പേരാണ്. ജീവജലത്തിൻ്റെ ഉറവയായ യേശുവയെ നീക്കം ചെയ്തതിനു ശേഷം വിഷജലം പുറപ്പെടുവിക്കുന്ന ഈസൂസിനെ പ്രതിഷ്ഠിച്ചതിലൂടെ ഇരമ്യാഹിൻ്റെ പ്രവചനം നിറവേറി. പ്രവചനം ഇതാണ്: ഏതെങ്കിലും ജനത തങ്ങളുടെ ദൈവങ്ങളെ മാറിയിട്ടുണ്ടോ? അവ വ്യാജ ദൈവങ്ങളായിരുന്നെങ്കിൽ തന്നെ. എന്നാൽ എൻ്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈവെടിഞ്ഞിരിക്കുന്നു. ആകാശങ്ങളെ ഭയന്ന് നടുങ്ങുവിൻ, സംഭ്രമിക്കുവിൻ, ഞെട്ടിവിറയ്ക്കുവിൻ. യാഹ്വേ അരുളി ചെയ്യുന്നു: എന്തെന്നാൽ എൻ്റെ ജനം
രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഇരമിയാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 2-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. യേശുവയെ മാത്രമല്ല, യേശുവ മിശിഹാഹിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനവും നീക്കം ചെയ്യപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. നിക്യ സൂനകദോസിലെ തീരുമാനങ്ങളിൽ രണ്ടാമത്തേത് യേശുവ മിശിഹാഹിൻ്റെ പേരിലുള്ള യഥാർത്ഥ ജ്ഞാനസ്നാനം നിരോധിച്ചതാണ്. അതോടെ അപ്പസ്തോലിക സഭയിൽ അംഗങ്ങളാകാനുള്ള അവസരം മനുഷ്യർക്ക് നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഏലിയാഹ് വന്ന് പുനഃസ്ഥാപിക്കുന്നവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുവ എന്ന രക്ഷാകരമായ പേരും ആ പേരിലുള്ള ജ്ഞാനസ്നാനവുമാണ്. യേശുവ മിശിഹാഹിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനത്തിന് മാത്രമാണ് സ്വർഗത്തിൻ്റെ അംഗീകാരമുള്ളതെന്ന് വ്യക്തമാക്കുന്ന ഓഡിയോ സന്ദേശം മനോവയുടെ യൂട്യൂബ് ചാനലിൽ ഇതിനോടകം അപ്ലോഡ് ചെയ്തിട്ടുള്ളതിനാൽ ജ്ഞാനസ്നാനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ആ വീഡിയോ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഏലിയാഹ് വന്ന് സകലതും പുനഃസ്ഥാപിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് മോശയുടെ നിയമമാണ്. യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ നിയോഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് വ്യക്തമാകും. പ്രാർത്ഥനയിലെ നിയോഗങ്ങളിൽ ഒന്ന് യേശുവ എന്ന പേരിൻ്റെ പുനഃസ്ഥാപനമാണെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം എന്നതാണ് മറ്റൊരു നിയോഗം. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാകണമെങ്കിൽ മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങൾ പരിശോധിച്ചാൽ മതി. ദൈവമായ യാഹ്വേക്ക് അനിഷ്ടകരമായത് കൽപ്പനകളിലൂടെ അവൻ നിഷിദ്ധമാക്കുകയും അവന് പ്രീതികരമായവ അനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുന്നത് ദൈവിക നിയമങ്ങൾ സകല മനുഷ്യരും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ്. ഇവിടെയാണ് 3-ാം പ്രമാണമായ ശബാത്ത് പുനഃസ്ഥാപിക്കപ്പെടേണ്ടതിൻ്റെ അനിവാര്യത ശ്രദ്ധേയമാകുന്നത്. സകലത്തിൻ്റെയും സൃഷ്ടാവായി യാഹ്വേയെ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് ഓരോ ശബാത്ത് ആചരണവും. യാഹ്വേ തൻ്റെ വിരലുകളാൽ കൽപ്പലകകളിൽ എഴുതി നൽകിയ 10 കൽപ്പനകളിൽ ഒന്നാണ് ശബാത്ത്. യാഹ്വേയുടെ വാക്കുകൾ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: എന്നാൽ 7-ാം ദിവസം ശബാത്താണ്, യാഹ്വേക്ക് വിശുദ്ധമായ വിശ്രമദിനം. ശബാത്ത് ദിവസം ജോലി ചെയ്യുന്നവൻ വധിക്കപ്പെടണം. ഇസ്രായേൽ ജനം ശാശ്വതമായ ഒരു ഉടമ്പടിയായി തലമുറ തോറും ശബാത്ത് ആചരിക്കണം. ഇത് എനിക്കും ഇസ്രായേൽ ജനത്തിനും മധ്യേ ശാശ്വതമായ ഒരടയാളമാണ്. യാഹ്വേ 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും 7-ാം ദിവസം ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമിക്കുകയും ചെയ്തതിൻ്റെ അടയാളം. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ദൈവമായ യാഹ്വേ നിശ്ചയിച്ചുറപ്പിച്ച ദിനത്തിൽ തന്നെ ശബാത്ത് നാം ആചരിക്കണം. യാഹ്വേയുടെ ഈ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. യാഹ്വേ മോശയോട് അരുളി ചെയ്തു: ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ എൻ്റെ ശബാത്ത് സൂക്ഷ്മമായി ആചരിക്കണം. എന്തെന്നാൽ യാഹ്വേയായ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി ഇത് എനിക്കും നിങ്ങൾക്കും മധ്യേ തലമുറ തോറും അടയാളമായിരിക്കും. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 12-13 വാക്യങ്ങൾ. സൂക്ഷ്മമായി ആചരിക്കുകയെന്നാൽ യാഹ്വേ കൽപ്പിച്ച ദിനത്തിൽ തന്നെ ശബാത്ത് ആചരിക്കണം എന്നുകൂടിയാണ് അർത്ഥമാക്കുന്നത്. ദൈവം വിശുദ്ധീകരിച്ച ദിനത്തിൽ നിന്ന് മറ്റൊരു ദിനത്തിലേക്ക് ശബാത്തിനെ മാറ്റാൻ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് എതിർ ക്രിസ്തു എന്ന വ്യാജ മിശിഹാകിനെ സംബന്ധിക്കുന്ന പ്രവചനങ്ങളാണ്. ഈ പ്രവചനം ശ്രദ്ധിക്കുക. അവൻ അത്യുന്നതനെതിരെ ദൂഷണം പറയും. അത്യുന്നതൻ്റെ പരിശുദ്ധരെ അവൻ പീഡിപ്പിക്കും. നിയമങ്ങളും
തിരുനാൾ ദിനങ്ങളും മാറ്റുന്നതിന് അവൻ ആലോചിക്കും. സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ അവൻ അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 25-ാം വാക്യം. നിയമങ്ങളും തിരുനാൾ ദിനങ്ങളും മാറ്റുന്നതിന് ആലോചിക്കുന്നത് എതിർ ക്രിസ്തു എന്ന വ്യാജ മിശിയാഹ് ആണെങ്കിൽ, ശബാത്ത് ദിനം മാറ്റിയത് അവൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണ്. വ്യാജ മിശിയാഹിനെ കുറിച്ച് അപ്പസ്തോലനായ യോഹന്നാൻ പറയുന്നത് നോക്കുക. യേശുവായെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല, വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള എതിർ മിശിയാഹിൻ്റെ ആത്മാവാണ് അത്. ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4 അധ്യായം 3-ാം വാക്യം. ഇപ്പോൾ തന്നെ അത് ലോകത്തുണ്ട് എന്ന് യോഹന്നാൻ പറഞ്ഞത് അവൻ്റെ ആത്മാവിനെ കുറിച്ചാണ്. ഈ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് AD 321 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പുറപ്പെടുവിച്ച വിളംബരത്തെ നാം മനസ്സിലാക്കേണ്ടത്. സത്യദൈവത്തിൻ്റെ വിശുദ്ധ ദിനമായ ശബാത്തിനെ അട്ടിമറിച്ച് സൂര്യദിനത്തെ പ്രതിഷ്ഠിച്ചത് AD 321 മാർച്ച് 7-ന് കോൺസ്റ്റന്റൈൻ പുറപ്പെടുവിച്ച വിളംബരത്തിലൂടെയാണ്. വിളംബരത്തിലെ വരികൾ ഇതാണ്: സൂര്യൻ്റെ മാന്യമായ ദിനത്തിൽ നഗരവാസികളും എല്ലാ കരകൗശല വിദഗ്ധരും വിശ്രമിക്കട്ടെ. കോൺസ്റ്റന്റൈൻ 1-ാമൻ. ശബാത്തിനെ ചവിട്ടിമതിച്ചുകൊണ്ടുള്ള ചക്രവർത്തിയുടെ ഈ വിളംബരത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് അന്നത്തെ ക്രൈസ്തവ ആചാര്യന്മാർ ചെയ്തത്. ശബാത്ത് ആചരണത്തെ ഗൗരവമായി തന്നെയാണ് യേശുവായും പരിഗണിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യുഗാന്തത്തെക്കുറിച്ചും യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ചും പ്രവചിക്കുമ്പോൾ യേശുവ ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ പലായനം ശീതകാലത്തോ ശബാത്തിലോ ആകാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 24-ാം അധ്യായം 20-ാം വാക്യം. വിശ്രമദിനമായ ശബാത്തിൽ പലായനമുണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ എന്ന് അരുളി ചെയ്തത് നിയമത്തിൽ ഇളവില്ല എന്നതിൻ്റെ കൂടി ദൃഷ്ടാന്തമാണ്. യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ആദ്യ ഭാഗം പൂർണ്ണമായും പുനഃസ്ഥാപനത്തിനു വേണ്ടിയുള്ള അപേക്ഷകളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ പേര് ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞാൽ അശുദ്ധമായത് നീക്കം ചെയ്ത് പരിശുദ്ധമായത് സ്ഥാപിക്കണം എന്നു തന്നെയാണ് അർത്ഥമാക്കുന്നത്. യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ 2-ാമത്തെ നിയോഗം ദൈവരാജ്യം സ്ഥാപിതമാകണമെന്നാണ്. 3-ാമത്തെ നിയോഗമാണ് ദൈവിക നിയമങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടണമെന്നത്. അതായത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലെ 1-ാമത്തെയും 3-ാമത്തെയും നിയോഗങ്ങൾ നിവൃത്തിയാകുന്നത് ഏലിയാഹ് വന്ന് അവ പുനഃസ്ഥാപിക്കുമ്പോഴാണ്. 2-ാമത്തെ നിയോഗമാകട്ടെ യേശുവ വന്ന് രാജ്യം സ്ഥാപിക്കുമ്പോൾ യാഥാർത്ഥ്യമാകും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയുടെ വ്യാഖ്യാനം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. യുഗാന്തവും യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയും എന്ന പേരിലാണ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിഷയത്തിലേക്ക് വരുമ്പോൾ, പുനഃസ്ഥാപിക്കപ്പെടേണ്ട മറ്റൊന്ന് സത്യവചനമാണ്. എന്തെന്നാൽ ആമോസിൻ്റെ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന കാലമാണ് ഇത്. ആ പ്രവചനം എന്താണെന്ന് നോക്കുക. എൻ്റെ നാഥനായ യാഹുവേ അരുളി ചെയ്യുന്നു: ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല, യാഹുവയുടെ വചനം ലഭിക്കാത്തതുകൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. ആമോസ് പ്രവചനം 8-ാം അധ്യായം 11-ാം വാക്യം. ഈ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ട കാലമാണിതെന്ന് പറയുമ്പോൾ ആരും നെറ്റിച്ചുളിക്കേണ്ട. കാരണം ഒരു കാലത്തും ഇല്ലാത്ത വിധം വചനപ്രഘോഷണം ഇന്ന് നടക്കുന്നുണ്ടെങ്കിലും സത്യവചനം ആരും പ്രഘോഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തെറ്റായ പരിഭാഷകളും വളച്ചൊടിക്കപ്പെട്ട വ്യാഖ്യാനങ്ങളുമാണ് ഇന്ന് പ്രസംഗിക്കപ്പെടുന്നത്. സുവിശേഷ പ്രഘോഷകരായി ഇന്ന് രംഗത്തുള്ളവരിൽ പലരും സാത്താൻ്റെ സിനഗോഗിൽ നിന്നുള്ളവരാണ്. ഏലിയാഹും മോശയും വന്ന് സത്യവചനം പ്രസംഗിക്കുകയും
സാത്താൻ്റെ സിനഗോഗിൽ നിന്നുള്ള വ്യാജ പ്രവാചകന്മാരെ നശിപ്പിക്കുകയും ചെയ്യും. പ്രവാചക കാലഘട്ടത്തിൽ ഏലിയാഹു വന്നപ്പോഴും അവൻ ചെയ്തത് ഇതുതന്നെയാണ്. അവൻ അന്ന് ബാലിൻ്റെ പുരോഹിതരെയും വ്യാജ പ്രവാചകന്മാരെയും നശിപ്പിച്ചു. അതായത് സത്യവചനം പുനഃസ്ഥാപിക്കുക എന്നതും ഏലിയാഹിൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ മറ്റൊന്നുകൂടി പുനഃസ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്. ഇരമിയാഹിൻ്റെ പ്രവചനം പൂർത്തിയാക്കിക്കൊണ്ട് ജീവജലത്തിൻ്റെ ഉറവയായ യേശുവായെ ഉപേക്ഷിച്ച് ഗ്രീക്കുകാരുടെ ദൈവമായ വാഴ്ത്തപ്പെട്ട സിയൂസ് എന്ന ഈസൂസിനെ പ്രതിഷ്ഠിച്ചപ്പോൾ തമസ്കരിക്കപ്പെട്ട യഥാർത്ഥ ജ്ഞാനസ്നാനമാണ് പുനഃസ്ഥാപിക്കപ്പെടേണ്ട മറ്റൊന്ന്. 1700 വർഷങ്ങൾക്ക് മുൻപ് നിക്യാ സൂനോദോസിൻ്റെ തീരുമാനപ്രകാരം നിരോധിച്ച യേശുവ മിശിയാഹിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം പുനഃസ്ഥാപിക്കപ്പെടണം. യേശുവ മിശിയാഹിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം പുനഃസ്ഥാപിക്കപ്പെടുന്നതോടെ അപ്പസ്തോലിക സഭ പുനഃസ്ഥാപിക്കപ്പെടും. യേശുവ സ്ഥാപിച്ച ഈ സഭയിൽ അംഗമാകാൻ ഒരുവന് സാധിക്കുന്നത് അവൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിലൂടെ മാത്രമാണ്. യേശുവ മിശിയാഹിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം സ്വീകരിച്ച് അപ്പസ്തോലിക സഭയുടെ ഭാഗമാകാത്ത ഒരുവൻ പോലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ സത്യം പ്രഖ്യാപിച്ചത് ദൈവരാജ്യത്തിൻ്റെ സർവാധിപതിയും രാജാവുമായ യേശുവ തന്നെയാണ്. അവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. യേശുവ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. ജലത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനമായ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർ മാത്രമാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഈ സത്യം ആധികാരികതയോടെ പറയാൻ കഴിയുന്നത് ദൈവരാജ്യത്തിൻ്റെ പരമാധികാരിയായ യേശുവയ്ക്ക് മാത്രമാണ്. യേശുവ മിശിയാഹിൻ്റെ പേരിലുള്ള യഥാർത്ഥ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ സാധിക്കാതെ മരിച്ചുപോയ പൂർവികരുടെ കാര്യം ഇവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തങ്ങൾക്ക് ലഭിച്ച അപൂർണമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസ ജീവിതം നയിച്ചാണ് അവർ കടന്നുപോയത്. തങ്ങളുടേതല്ലാത്ത കാരണത്താൽ യഥാർത്ഥ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ കഴിയാതെ പോയ ഇവർക്ക് ദൈവരാജ്യം നിഷേധിക്കപ്പെടുന്നത് അനീതിയല്ലേ എന്ന ചോദ്യം ഇവിടെ സ്വാഭാവികമായും ഉയരും. യേശുവ അരുളി ചെയ്ത വാക്കുകൾക്ക് യാതൊരു മാറ്റവുമില്ലെന്നതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. എന്നാൽ നീതിമാനായ ദൈവം ഇവർക്കുള്ള അവസരം മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. ബൈബിളിലെ ഒരു പ്രബോധനം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇവർ സ്നാനം സ്വീകരിക്കുന്നത് എന്തിനാണ്? കോറിന്തുകാർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 29-ാം വാക്യം. മരിച്ചുപോയ തങ്ങളുടെ പൂർവികർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന വിശ്വാസ പാരമ്പര്യം അപ്പസ്തോലന്മാരുടെ കാലത്ത് ആദിമസഭയിൽ നിലനിന്നിരുന്നു എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ശൗലിൻ്റെ ഈ വാക്കുകൾ. അതായത് തങ്ങളുടെ കുറ്റമല്ലാതെ തെറ്റായ പഠനങ്ങൾ ലഭിച്ചതുകൊണ്ട് മാത്രം യേശുവ മിശിയാഹിൻ്റെ പേരിലുള്ള യഥാർത്ഥ സ്നാനം ലഭിക്കാതെ പോയവരോട് ദൈവം അനീതി കാണിക്കില്ല. അവർക്കായി സ്വർഗം ഒരുക്കിയ ഒരു ഉപഹാരമാണ് ഈ പ്രായശ്ചിത്ത സ്നാനം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയില്ല എന്ന യേശുവയുടെ വാക്ക് മാറ്റമില്ലാത്തതാണ്. അപ്പോൾ മരണപ്പെട്ടവർക്കും ആ വാക്ക് ബാധകമായിരിക്കും. മരിച്ചവർക്ക് വേണ്ടിയുള്ള ജ്ഞാനസ്നാനം പ്രസക്തമാകുന്നത് ഇവിടെയാണ്. ദൈവത്തിൻ്റെ അനന്തമായ കരുണയും നീതിയും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണിത്. എന്നാൽ ഈ മഹത്തായ വിശ്വാസ പാരമ്പര്യത്തെ കോൺസ്റ്റന്റൈൻ സഭയിലെ ആചാര്യന്മാർ നിരോധിച്ചു എന്നതാണ് ചരിത്ര സത്യം. മരിച്ചവർക്ക് വേണ്ടിയുള്ള ഈ സ്നാനരീതി ഔദ്യോഗികമായി നിരോധിച്ചത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നേരിട്ടല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷമുള്ള ചില സഭാ കൗൺസിലുകളാണ്
ഈ ദൈവിക പദ്ധതിയെ തള്ളിക്കളഞ്ഞത്. പ്രധാനമായും AD 393 ഹിപ്പോ കൗൺസിലും പിന്നീട് AD 397 കാർത്തേജ് കൗൺസിലുമാണ് ഇത് പൂർണ്ണമായും നിരോധിച്ചത്. അതായത് കോൺസ്റ്റന്റൈൻ നേരിട്ട് ഇത് നിരോധിച്ചിട്ടില്ലെങ്കിലും സഭയുടെ നിയമങ്ങളെ ഏകീകരിക്കാനും റോമൻ സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് സഭയെ മാറ്റിയെടുക്കാനുമുള്ള പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത് അദ്ദേഹമാണ്. നിക്യാ സൂനകദോസിലൂടെ യേശുവായുടെ പേരിലുള്ള യഥാർത്ഥ സ്നാനം മാറ്റിയതുപോലെ അപ്പസ്തോലികമായ പല രീതികളും ക്രമേണ ഇല്ലാതാക്കപ്പെട്ടു. ഏലിയാഹു വന്ന് സകലതും പുനഃസ്ഥാപിക്കുമ്പോൾ അത് ഈ തലമുറയെ മാത്രമല്ല, വികലമാക്കപ്പെട്ട സ്നാനത്താൽ രക്ഷ നഷ്ടപ്പെട്ടു പോയ പൂർവികരെ കൂടി ദൈവരാജ്യത്തിലേക്ക് ചേർക്കുന്ന ഒരു പ്രക്രിയയായി മാറുന്നു. പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും എന്ന പ്രവചനത്തിൻ്റെ മറ്റൊരു മാനം കൂടി ഇവിടെ വെളിപ്പെടുകയാണ്. മക്കൾ പിതാക്കന്മാർക്കായി സ്നാനം സ്വീകരിക്കുമ്പോൾ ആ ഹൃദയബന്ധം ആത്മീയമായി പൂർണ്ണമാകുന്നു. ഇത് കാലാതീതമായ ഒരു ദൈവിക പദ്ധതിയും പുനഃസ്ഥാപനത്തിൻ്റെ പൂർണ്ണതയുമാണ്. പുനഃസ്ഥാപനത്തിൻ്റെ അനിവാര്യത. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുന്നതിന് മുൻപ് ഏലിയാഹു വന്ന് സകലതും പുനഃസ്ഥാപിക്കേണ്ടത് വെറുമൊരു പ്രവചന പൂർത്തീകരണം മാത്രമല്ല, മറിച്ച് അത് രക്ഷാകരമായ ഒരു അനിവാര്യതയാണ്. യേശുവ ഈ ഭൂമിയെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കണമെങ്കിൽ അവൻ നൽകിയ വിശുദ്ധ നിയമങ്ങളിലേക്കും സത്യമായ പേരിലേക്കും മനുഷ്യർ മടങ്ങി വരേണ്ടതുണ്ട്. സത്യദൈവത്തിൻ്റെ പേരും അവൻ നൽകിയ വിശുദ്ധ നിയമങ്ങളും അപ്പസ്തോലിക ജ്ഞാനസ്നാനവും വികലമാക്കപ്പെടാത്ത സത്യവചനവും വിസ്മരിക്കപ്പെട്ട ഒരു ലോകത്ത് ഈ അടിസ്ഥാന സത്യങ്ങൾ വീണ്ടെടുക്കാതെ ഒരുവനും വരാനിരിക്കുന്ന രാജ്യം കാണാൻ സാധിക്കുകയില്ല. ആമോസ് പ്രവചിച്ച വചനക്ഷാമത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ സത്യം തിരിച്ചറിയുന്നവർ മാത്രമാണ് ഈ പുനഃസ്ഥാപന പ്രക്രിയയിൽ പങ്കാളികളാകുന്നത്. യേശുവായുടെ പ്രത്യാഗമനത്തിന് മുൻപ് സജ്ജീകൃതമായ ഒരു ജനത്തെ ഒരുക്കുക എന്നതാണ് ഈ പുനഃസ്ഥാപനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അതിനാൽ അപ്പസ്തോലനായ കേപ്പ പ്രഖ്യാപിച്ച ആ വലിയ സത്യത്തിലേക്ക് നാം ഓരോരുത്തരും മടങ്ങേണ്ടിയിരിക്കുന്നു. ആ ശാശ്വത സത്യം ഇതാണ്. കേപ്പ പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുവ മിശിഹാവിൻ്റെ പേരിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം 2-ാം അധ്യായം 38-ാം വാക്യം. കേഫായെ തൻ്റെ സഭയുടെ നേതൃത്വം ഭരമേൽപ്പിച്ചത് യേശുവ ആയതുകൊണ്ട് തന്നെ കേഫായുടെ വാക്കുകൾക്ക് യേശുവായുടെ അംഗീകാരമുദ്രയുണ്ട്. അങ്ങനെയെങ്കിൽ പാപമോചനത്തിനുള്ള ഏക മാർഗം യേശുവായുടെ പേരിലുള്ള ജ്ഞാനസ്നാനമാണ്. ഈ ജ്ഞാനസ്നാനം നിരോധിച്ചത് മിശിഹാവിൻ്റെ വൈരികളാണെന്നും അവരുടെ ലക്ഷ്യം സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് തടയിടുകയാണെന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഏലിയാഹു വന്ന് ജ്ഞാനസ്നാനം പുനഃസ്ഥാപിക്കേണ്ടതിൻ്റെ അനിവാര്യത ഇവിടെയാണ്. മാത്രവുമല്ല, യേശുവ എന്ന പേര് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് മാത്രമേ അന്ത്യകാലത്തെ ഉഗ്രപീഡനത്തെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ശൗലിൻ്റെ പ്രബോധനം ശ്രദ്ധിക്കുക. എന്തെന്നാൽ യേശുവായുടെ പേര് വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും. റോമാലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം. യോയേൽ പ്രവചനത്തെ ആധാരമാക്കി അപ്പസ്തോലനായ കേഫ പ്രഖ്യാപിച്ചത് എന്താണെന്ന് നോക്കുക. യാഹ്വയുടെ മഹനീയവും പ്രകാശപൂർണമായ ദിനം വരുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. യാഹ്വയുടെ പേര് വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം 2-ാം അധ്യായം 20-21 വാക്യങ്ങൾ. യാഹ്വയുടെ ദിനം എന്നത് യേശുവായുടെ ദിനം തന്നെയാണെന്നും യാഹ്വയുടെ പേരിൻ്റെ പൂർണ്ണത യേശുവ എന്നാണെന്നും നമുക്കറിയാം. ഇക്കാര്യങ്ങളെല്ലാം
തെളിവുകൾ സഹിതം മനോവ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. യേശുവ എന്ന പേര് പുനഃസ്ഥാപിക്കപ്പെടുന്നില്ലെങ്കിൽ പാപമോചനത്തിനുള്ള സാധ്യതയും ഉഗ്രപീഡനത്തെ അതിജീവിക്കാനുള്ള സാധ്യതയും ഇല്ലാതാകും എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ഈ പേര് പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് യേശുവ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിന്റെ പേര് അവരെ ഞാൻ അറിയിച്ചു. നീ എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം 17-ാം അധ്യായം 26-ാം വാക്യം. ഞാൻ ഇനിയും അത് അറിയിക്കും എന്നാണ് യേശുവ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ അറിയിച്ച പേര് എന്തിനാണ് വീണ്ടും അറിയിക്കുന്നത്? അറിഞ്ഞ പേര് മറന്നുപോയാൽ അത് വീണ്ടും അറിയിക്കണം. അതായത് താൻ അറിയിച്ച പേര് തൻ്റെ ജനത്തിൽ നിന്ന് മറയ്ക്കപ്പെടുകയും വീണ്ടും അത് വെളിപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് യേശുവ ഇവിടെ പ്രഖ്യാപിച്ചത്. നിക്യ സൂനകദോസിൻ്റെ തീരുമാനപ്രകാരം യേശുവ മിശിഹായിൻ്റെ പേരിലുള്ള ജ്ഞാനസ്നാനം നിരോധിച്ചത് ഈസൂസ് എന്ന വ്യാജ മിശിഹായിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി കൂടിയായിരുന്നു. രക്ഷിക്കാൻ കഴിവുള്ള സത്യദൈവത്തിന് പകരം രക്ഷിക്കാൻ കഴിവില്ലാത്ത വ്യാജ ദൈവത്തെ അവർ പ്രതിഷ്ഠിച്ചു. അന്ന് സംഭവിച്ചത് ഇരമിയാഹിൻ്റെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നുവെങ്കിൽ യെസക്കിയേൽ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഏലിയാഹിൻ്റെ വരവിൽ സംഭവിക്കാൻ പോകുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധമായ പേര് അതേ പരിശുദ്ധിയിൽ തന്നെ പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് യെസക്കിയേൽ പ്രവചിച്ചിട്ടുണ്ട്. ഈ പ്രവചനം ശ്രദ്ധിക്കുക. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യേ എൻ്റെ പരിശുദ്ധമായ പേര് ഞാൻ വെളിപ്പെടുത്തും. എൻ്റെ പരിശുദ്ധമായ പേര് ഇനിയൊരിക്കലും അശുദ്ധമാകാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാനാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യാഹ്വേ എന്ന് ജനതകൾ അറിയും. നാഥനായ യാഹ്വേ അരുളി ചെയ്യുന്നു, ഇതാ അത് വരുന്നു, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ ദിനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. യെസക്കിയേൽ പ്രവചനം 39-ാം അധ്യായം 7-8 വാക്യങ്ങൾ. യെസക്കിയേൽ ഇത് പ്രവചിക്കുമ്പോൾ സകല ഇസ്രായേൽ ജനത്തിനും യാഹ്വേ എന്ന പേര് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു പ്രവചനമായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഈ സന്ദേശം ഇവിടെ ഉപസംഹരിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. എന്തെന്നാൽ വികലമാക്കപ്പെട്ട ആരാധനാക്രമങ്ങളിൽ നിന്നും മനുഷ്യനിർമ്മിത പാരമ്പര്യങ്ങളിൽ നിന്നും വിമുക്തരായി ആദിമ സഭയുടെ ആ ചൈതന്യത്തിലേക്കും സത്യമായ പേരിലേക്കും മടങ്ങുക എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ വിളി. ഈ പുനഃസ്ഥാപനത്തിലൂടെ മാത്രമേ യേശുവ വരുമ്പോൾ അവൻ്റെ മുൻപിൽ കളങ്കമില്ലാത്തവരായി നിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഏലിയാഹു വന്ന് സകലതും പുനഃസ്ഥാപിക്കട്ടെ. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ വഴി ദൈവം അരുളി ചെയ്തതുപോലെ സകലത്തിൻ്റെയും പുനഃസ്ഥാപന കാലം വരെ സ്വർഗം അവനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യം. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. യേശുവ മിശിഹായിൻ്റെ പരിശുദ്ധമായ പേരിന് മഹത്വം.